നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും അഊദു ചൊല്ലണം. ആത്മാർത്ഥമായി അഊദു ചൊല്ലുമ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാളുടെയും പിശാചിൻ്റെ ഇടയിൽ 300 മതിലുകൾ കെട്ടും. പിശാച് അത് പൊട്ടിച്ച് വരുമ്പോഴേക്ക് നമ്മൾ അടുത്ത അഊദു ചൊല്ലിയിട്ടുണ്ടാവും. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സറിഞ്ഞൊരു അഊദു ഉണ്ടാവും. കാരണം ഈ ചങ്ങായിയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹ് എന്നെ നമ്മളെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് കഴിച്ചലാവാൻ പറ്റില്ല. ശരിക്കും അഊദുവിൻ്റെ ഒരു താല്പര്യം, ഈ അറബികൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട്, ഈ എല്ലിനോട് ചേർന്ന് നിൽക്കുന്ന മാംസമാണ് ഏറ്റവും ടേസ്റ്റ് എന്ന പോലെയാണ് ഈ അഊദു എന്ന പദം അവിടുന്ന് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചേർന്ന് നിൽക്കുക. ഒരു കുട്ടി നായനെ കണ്ട് പേടിച്ചാൽ ഓടി വന്നിട്ട് ഉമ്മാന്റെ പർദ്ദ മേക്സി പറ്റി പിടിച്ച് ഉമ്മാന്ന് പറയില്ല. അതേപോലെ അള്ളാഹിനോട് ചേർന്ന് ആവില്ല, റബ്ബ് എന്നെ കൊണ്ടാവില്ല, എൻ്റെ അമലിൽ ഈ ചങ്ങായി പൊളിക്കുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ. അങ്ങനെ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റെടുക്കാണ്ട് കൊഞ്ചില്ല. അള്ളാഹിനെ വേണോന്ന് ഇവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് എന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ ഇയാൾ അള്ളാഹ് ഏറ്റെടുക്കും. അങ്ങനെയാണ് ഒരാൾ തൗബ ചെയ്യുന്നെങ്കിൽ അയാളുടെ തെറ്റൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. അള്ളാഹ് അങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ മിഡ് ടൈം എക്സാമിന് എത്ര മാർക്ക്, കഴിഞ്ഞ കൊല്ലത്തെ പെർസെൻറ്റേജ് ആവും അള്ളാഹ് നോക്കും.